തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ട ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ആവേശോജ്വലമായ കൊട്ടിക്കലാശത്തോടെ പ്രചരണം അവസാനിപ്പിച്ച് വിവിധ മുന്നണികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും. മുക്കം നഗരസഭയിലെ ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശം മുക്കം ടൗണിൽ ആലിൻചോട്ടിൽ നടന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണിയുടെയും SDPIയുടെയും കൊട്ടിക്കലാശം നോർത്ത് കാരശ്ശേരിയിൽ നടന്നപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നഗരസഭയിലെയും കാരശ്ശേരി പഞ്ചായത്തിലെയും UDF കൊട്ടിക്കലാശം ഇത്തവണ വിവിധ ഡിവിഷനുകളിലെയും വാർഡുകളിലെയും അങ്ങാടികൾ കേന്ദ്രീകരിച്ചാണ് നടന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ട ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ആവേശോജ്വലമായ കൊട്ടിക്കലാശത്തോടെ പ്രചരണം അവസാനിപ്പിച്ച് വിവിധ മുന്നണികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും. മുക്കം നഗരസഭയിലെ ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശം മുക്കം ടൗണിൽ ആലിൻചുവട്ടിൽ നടന്നു. കോടികളും പാട്ടുകളും പ്രചരണ അനൗൺസ്മെൻറ്റുകളുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് കൊട്ടിക്കലാശത്തിൽ അണിയേർന്നത്. പ്രവർത്തകരെയും നേതാക്കളെയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശം നോർത്ത് കാരശ്ശേരിയിലാണ് നടന്നത്. പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നിന്ന് വാഹനങ്ങളിൽ വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ എത്തിയ പ്രവർത്തകർ നോർത്ത് കാരശ്ശേരിയിൽ സംഗമിച്ചാണ് കൊട്ടിക്കലാശത്തോടെ പ്രചാരണ പരിപാടികൾ അവസാനിപ്പിച്ചത്. കാരശ്ശേരി പഞ്ചായത്തിലെ SDPI പ്രവർത്തകരും നോർത്ത് കാരശ്ശേരിയിൽ സംഗമിച്ചാണ് കൊട്ടിക്കലാശം നടത്തിയത്. നോർത്ത് കാരശ്ശേരിയിൽ കൊടിതോരണങ്ങളുടെയും മൈക്ക് അനൗൺസ്മെൻറ്റിൻ്റെയും അകമ്പടിയോടെ എത്തിയ പ്രവർത്തകരുടെ കൊട്ടിക്കലാശം പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് 5 മണിയോടെ അവസാനിപ്പിക്കുകയായിരുന്നു. വിങ്ങുന്ന സ്മരണകളെ നിലനിർത്തുന്ന നാട്ടുനന്മയുടെ സാമ്പെടുക്കാനാവാത്ത പരിമിതിയിൽ ജീവിതം വഴിമുട്ടി മത്സര പരീക്ഷാ പരിശീലനത്തിനോ പതിവിൽ നിന്ന് വ്യത്യസ്തമായി നഗരസഭയിലെയും കാരശ്ശേരി പഞ്ചായത്തിലെയും UDFന്റെ കൊട്ടിക്കലാശം ഇത്തവണ വിവിധ ഡിവിഷനുകളിലെയും വാർഡുകളിലെയും അങ്ങാടികൾ കേന്ദ്രീകരിച്ചാണ് നടന്നത്. വിവിധ സ്ഥലങ്ങളിലായി നടന്ന കൊട്ടിക്കലാശത്തിൽ നിരവധി പ്രവർത്തകരാണ് ആവേശത്തോടെ മുദ്രാവാക്യം വിളികളുമായി പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, മുക്കം.